അമ്മയുടെ പ്രതികരണം അല്പസമയം മുമ്പ് നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. കേസ് അട്ടിമറിക്കുന്നതിനാണ് സിബിഐ തങ്ങളെ കൂടി പ്രതിചേർത്തത് എന്നാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞത്. യഥാർത്ഥ പ്രതികളിലെത്താൻ സാധിക്കാത്തതുകൊണ്ട് സിബിഐ നടപടിയെന്നും അമ്മ വിമർശിക്കുന്നു. പീഡന വിവരം മാതാപിതാക്കൾ അറിഞ്ഞു എന്ന സിബിഐ കണ്ടെത്തലും ഇവർ തള്ളി. മൂത്ത മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നിരുന്നെങ്കിൽ ഇളയ മകളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പ്രതിയാക്കിയത് തെറ്റ് എന്ന് തെളിയിക്കും വരെ സമരം തുടരുമെന്നും പെൺകുട്ടികളുടെ അമ്മ മീഡിയ വണിനോട് പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ അവർ കുറ്റപത്രം കൊണ്ടുവന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇതിൽ അവരെ ഈ കൊണ്ടുവന്ന കുറ്റപത്രത്തിൽ പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതിയെ അവർക്ക് കിട്ടാത്തൊരു കാരണം, അതായത് കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ മെക്കിട്ട് കയറുക. അപ്പോൾ അവസാന ഘട്ടമായിട്ട് നാടകീയമായിട്ട് ഒരു രംഗം കൊണ്ടുവന്നിരിക്കുകയാണ് അവർ അച്ഛനും അമ്മയും പ്രതി ചേർത്തുകൊണ്ട്. ഇതിക്ക് മുമ്പേ ഒക്കെ ഇവർ സത്യസന്ധമായിട്ട് വാളയാർ കേസ് വിജയിക്കണം അല്ലെങ്കിൽ തെളിയണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ 2017 ജനുവരി 13 മൂത്ത മകൾ മരിച്ച സമയത്ത് അപ്പോൾ അവർ പറയുന്ന, ഞാൻ മൂത്ത മകൾ മരിച്ച സമയത്ത് മധുവിനെ സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവനിൽ നിന്ന് കുഞ്ഞിന് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. രാത്രി 12 മണിയാകുമ്പോഴത്തേനും സ്റ്റേഷൻ ജാമ്യത്തിൽ ഇവിടെയുള്ള ലോക്കൽ നേതാക്കന്മാർ പോയി വിട്ടുകൊണ്ടുവരണമെങ്കിൽ അവനെ വിടാൻ വേണ്ടി ആര് വിളിച്ച് പറഞ്ഞു? SI ചാക്കോനോട് ആരാ പറഞ്ഞത്? അത് CBIക്ക് അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അവിടെ എത്താൻ പറ്റും. ഞാൻ പറഞ്ഞ എൻ്റെ മക്കളെ കൊന്നവരെ കണ്ടെത്തി തരണ്ട, അവർ രണ്ടുപേരും പീഡിപ്പിക്കപ്പെട്ടെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടല്ലോ, അത് കണ്ടെത്തിത്താ എന്ന്. അപ്പോൾ ഇവരുടെ അന്വേഷണം ഞാൻ അവരെ മുഖത്തോക്കി പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ അന്വേഷണം മക്കളത് കൊലപാതകമാണെന്നുള്ള അന്വേഷണം എത്തുന്നത് വരെയും പൂർണ്ണമായിട്ട് നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ ആ അന്വേഷണം വരട്ടെ. അതുവരെ എനിക്ക് നിങ്ങളെയും വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മളെ തുടക്കം മുതലേ ചതിച്ചത് പോലീസുകാരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആരെയും വിശ്വാസമില്ല എന്ന് നമ്മൾ അവരെ മുഖത്തോക്കി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അവരത് ചെയ്യുന്നില്ല. മൂത്ത മകൾ മരിച്ച സമയത്ത് നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പല തവണ വളരെ ശേഷം അവർ വിളിപ്പിച്ച് നമുക്ക് തന്നില്ല. രണ്ടാമത്തെ മകൾ മരിച്ച ശേഷമാണ് 2 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരുമിച്ച് കൈ കിട്ടുന്നത്. അപ്പോൾ വായിക്കാൻ അറിയാവുന്നവരെ കൊണ്ട് വായിച്ചപ്പോൾ അവരാ പറയുന്നത് 2 മക്കളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞങ്ങളെ മൂത്ത കുഞ്ഞ് മരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പോയപ്പോൾ തന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ രണ്ടാമത്തെ മകളെങ്കിലും രക്ഷപ്പെടുത്താമായിരുന്നു. അതും അവരെന്നെ നഷ്ടപ്പെടുത്തി. അപ്പോൾ തുടക്കം മുതലേ അട്ടിമറിച്ചതും കേസ് ഈ തരത്തിൽ തെളിയാൻ പാടില്ലെന്ന് ആഗ്രഹിച്ചതും പോലീസുകാർ തന്നെയാണ്. ഞങ്ങളാണ് മക്കൾ കൊലയോ ചെയ്യാൻ കാരണം എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് അവർ കൊണ്ടുവരട്ടെ. അത് ഞങ്ങളെവിടെയും തെറ്റ് ചെയ്തിട്ടായി എനിക്ക് പറയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഞങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യണം എന്നുള്ളത് എനിക്കങ്ങനെ തുറന്ന് എവിടെയും എന്താ പറയുക പേടിച്ച് പറിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യം മക്കളെ കൊന്നവരെ കണ്ടെത്തുക, യഥാർത്ഥ പ്രതികളിലെത്തുക. നന്ദഗോപാൽ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. നന്ദഗോപാൽ, ഈ മൂത്ത മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇളയ മകളെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. ഈ തുടക്കം മുതലുള്ള കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്നാണോ അമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് എന്നുള്ളത് അമ്മ ആദ്യം മുതൽ തന്നെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അത് ഇവർ ഈ ഘട്ടത്തിലല്ല ആരോപിക്കുന്നത്. ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറച്ചുവെച്ചത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പീഡനത്തിന് ഇരയായി എന്നുള്ള കാര്യം തങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇത് അറിയുമ്പോഴേക്കും വഴുകിപ്പോയി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ രണ്ടാമത്തെ കുട്ടിയുടെ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു കാര്യം ഇവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചപ്പോൾ ഇതിൽ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു, യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ് CBI ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി എത്തുകയും ചെയ്യുന്നത്. പക്ഷേ CBIക്കെതിരെയും ഇവർ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പോലീസ് നൽകിയ റിപ്പോർട്ട് അതേപടി പകർത്തിയെഴുതുകയാണ് CBIയുടെ അന്നത്തെ അന്വേഷണ സംഘം ചെയ്തത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ മറ്റൊരു അന്വേഷണ സംഘത്തെ കൊണ്ടുവരണമെന്നും ഈ കേസ് വീണ്ടും അന്വേഷിക്കണമെന്നുമുള്ളതും ഇവർ ആവശ്യപ്പെട്ടിരുന്നു. അപ്പം ഇവർ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യമാണ് പ്രോസിക്യൂട്ടറായി രാജേഷ് മേനോനെ വേണമെന്നുള്ളത്. അതായത് ഇവർക്ക് എല്ലാ പിന്തുണയുമായി നിൽക്കുന്നതും ഈ കേസിൽ ആത്മാർത്ഥമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഈ കേസിൽ പ്രതികൾ അകപ്പെടും, ഈ കേസ് തെളിയിക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസം ഇവർക്കുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെയും പ്രോസിക്യൂട്ടർ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുള്ളതും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ മാതാപിതാക്കളെ
പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു കുറ്റപത്രം ഇപ്പോൾ വരികയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ഘട്ടത്തിൽ ഇവർ കൊച്ചിയിൽ വെച്ച് ഒരു സമര പരിപാടിക്ക് രൂപം നൽകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു ശക്തമായ പ്രതിഷേധം ഈ കുറ്റപത്രം കൂടെ വന്ന പശ്ചാത്തലത്തിൽ നടത്തുമെന്നുള്ളതാണ് അറിയുന്നത്. തുടർന്ന് നിയമ നടപടികൾ നടത്തും എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ സമരസമിതിയുമായി നടത്തണമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതായത് ഇവർക്ക് പിന്തുണയുമായി ഒരു വാളയാർ സമരസമിതി രംഗത്തുണ്ടാം. ഇതിൽ പ്രമുഖരൊക്കെ തന്നെ ഇടപെടുന്നുമുണ്ട്. അപ്പോൾ ഈ സമരസമിതിയുമായി കൂടി ആലോചിച്ചുകൊണ്ടാം കൂടുതൽ നിയമ നടപടിയിലേക്ക് പോകുന്ന കാര്യവും ചിന്തിക്കുമെന്നുള്ളതും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വലിയൊരു ഞെട്ടലിലാണ് ഈ മാതാപിതാക്കളുള്ളത്. പ്രത്യേകിച്ചും തങ്ങളുടെ മക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു പോരാട്ടത്തിനിടയിൽ തങ്ങളെ തന്നെ പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു കുറ്റപത്രം വരുമ്പോൾ അതുണ്ടാക്കുന്ന വലിയൊരു ആഘാതം ഉണ്ട് എന്നുള്ളതും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. ശക്തമായി തന്നെയുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ടി നന്ദഗോപാലാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വാളയാർ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് CBI കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. അച്ഛനെയും അമ്മയെയും കൂടി പ്രതി ചേർത്തുള്ള കുറ്റപത്രമാണ് നിലവിൽ സമർപ്പിച്ചിരിക്കുന്നത്.